ഈ KL ബൈക്കുള്ളത് ഇങ്ങ് ദുബൈയിലാണ്. കാസർകോട്ടുകാരി അമൃത അങ്ങ് കേരളത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര 8ാമത്തെ രാജ്യമായ UAE എത്തി നിൽക്കുകയാണ്. ബുർജ് ഖലീഫയുടെ മുന്നിലൂടെ ഇങ്ങ് ദുബൈ ഫ്രെയിമിന്റെ താഴെ. അച്ഛന്റെ മരണം ജീവിതത്തിലുണ്ടാക്കിയ ഡിപ്രഷൻ മറികടക്കാൻ അമൃത കൂടെ കൂട്ടിയതാണ് ഇവനെ. പിന്നീട് ആ യാത്രകൾ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒക്കെയുള്ള വാതിലുകളായി. നിനക്കിത് പറ്റൂല, നീ പെണ്ണാണ്, യു കാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലേ. സോ അതാണ് എനിക്ക് പ്രൗഡ് മൊമെന്റ്. പക്ഷെ എനിക്ക് KL വണ്ടി തന്നെ അവിടെ വേണമെന്നൊരു വാശി ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ ഈ ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്നെ പറഞ്ഞു നിനക്കിത് പറ്റൂല, നീ പെണ്ണാണ്, അങ്ങനെയാണ് എനിക്ക് നെഗറ്റീവായിട്ട്. യു കാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലേ. സോ അതാണ് എനിക്ക് പ്രൗഡ് മൊമെന്റ്. ആസിം മലയാളി വിത്ത് KL ബൈക്ക് ഈ ബുർജ് ഖലീഫയുടെ താഴെ നിന്നപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് എനിക്ക് അവിടെ കിട്ടിയത്. ലൈക്ക് ഒരു ഗൂസ് ബംസ് മൊമെന്റ് എന്ന് പറയൂലേ. കുറെ ആൾക്കാർ പറഞ്ഞ് വണ്ടി അവിടെ കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ റെന്റഡ് ബൈക്ക് എടുത്താൽ പോരെന്ന്. പക്ഷെ എനിക്ക് KL വണ്ടി തന്നെ അവിടെ വേണമെന്നൊരു വാശി ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് ട്രൂ ആയിട്ട് നടക്കുന്ന സമയത്തിൽ കംപ്ലീറ്റ് ഗൂസ് ബംസ് ആണ്. സോ അത് പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ആണ്. ഇത്രയും രാജ്യങ്ങൾ ഒറ്റക്കാണ് ട്രാവൽ ചെയ്തത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന എൻ്റെ ഒരു കസിൻ പെങ്ങളെയാണ്. അപ്പോൾ കാരണം അപ്പുറത്തെ കടയിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് പോകില്ല എന്ന് പറയുന്ന പെങ്ങന്മാര്, നമ്മുടെ മെയിൻ ടൗണിലൊന്നും പോകാൻ മടിക്കുന്ന അങ്ങനെയുള്ള പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പേടിക്കുന്ന ഒരു ആവശ്യമില്ല. ബിക്കോസ് എന്തിനാ പേടിക്കുന്നത്? ചില പെണ്ണുകൾ പേടിക്കുന്നത് സൊസൈറ്റി കൊണ്ടാണ്. ബിക്കോസ് ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു. സോ സൊസൈറ്റി ഒന്നും നോക്കണ്ടേ, ഉള്ളതൊരു ലൈഫ് അല്ലേ. 50,000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് 50 ഡിഗ്രി ചൂടിലാണ് UAE നിൽക്കുന്നത്. അപ്പോഴും ഇങ്ങനെ UAE ഈ ചൂടിൽ നിൽക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്? ഇവിടുത്തെ റോഡ്സും ട്രാഫിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവിടെ പോയാലും എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതും ആ ഒരു ഗെസ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇവിടുന്ന് എനിക്ക് പോവാൻ തോന്നുന്നില്ല. ഐ ലവ് ഇറ്റ്. പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് സമ്മതിക്കണം. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്നതും എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു പരിപാടിയല്ല. യങ്ങസ്റ്റ് സോളോ റൈഡർക്കുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2 ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 2 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 1 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അപ്പൊ എന്തായാലും ഇനിയുള്ള യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ആ ഓൾ വേൾഡ് അല്ലെങ്കിൽ ഒരുപാട് ആ ഇന്റർനാഷണൽ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ദുബൈയിലെത്തുമ്പോൾ നമുക്കൊന്നുകൂടെ കാണാം. Yes. ഓൾ ദ ബെസ്റ്റ്. Thank you.